മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നല്ലൊരു ചിരിക്കൊടുക്ക അഞ്ജു ജോസഫ് ആണ് ഇന്ന് BV3 രമ്യയിൽ. ഹായ് അഞ്ജു. ഹായ് ചേച്ചി. ജയദേവൻ എന്റെ കാല് പിടിച്ചു, കരഞ്ഞു, പറഞ്ഞു, എന്റെ മനസ്സലിഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പറന്നു. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ. പിന്നെന്താ, ഇങ്ങനെ ചെറുപ്പം മുതലേ OCD ക്യാരി ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പൊ ഈ റിലേഷൻ ബ്രേക്കപ്പ് ആവാനും കാരണം ഒരുപക്ഷെ ഈ OCD സിൻഡ്രോം ആയിരിക്കും. എന്തായാലും എന്റെ അടുത്ത് തുറന്നു പറയാം. OCD അല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ റീസൺസ് ഉണ്ട്. പക്ഷേ ഐ കാൺ റിവീൽ ചെയ്യാൻ പറ്റില്ല. വീട്ടില് ഞാൻ പറയണ്ട, വീട്ടില്ല ഞാൻ. അത് നിങ്ങളുടെ പേഴ്സണൽ അല്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ OCD കാരണമാണോ അത് എന്ന്. നമ്മളിപ്പോ OCD-നെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുകൊണ്ട് ചോദിച്ചത്. അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടാൽ നിനക്ക് കിട്ടുന്ന സസ്പെൻഷൻ ആയിരിക്കും. ചിന്തിക്കാത്ത മനുഷ്യരൊന്നും ഇല്ലല്ലോ, നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യും അല്ലേ? മനുഷ്യരല്ലേ, ചിന്തിക്കുകയൊക്കെ ചെയ്യും. അത് ഇത്ര കഷ്ടായി പോയിട്ടോ, എത്ര വിഷമം ഉണ്ടാവില്ലേ? ഇപ്പൊ ബ്രേക്കപ്പ് ആയതിൽ അതിലും അപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നില്ല? ഇല്ല, റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് വാസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? നമ്മൾ ജെന്യുവൻ ആയിട്ട് 100% നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തപ്പോ അവിടുന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു തോൽവിയാണ് നമ്മൾ അവിടെ ഏൽക്കുന്നത്. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന്റെ കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. അത് പറയാത്തോടത്തോളം കാലം ഞാൻ ഇതിന് പറയാൻ പറ്റുന്നില്ല, ആൻസർ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഒരു ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴോ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ എണീക്കുന്നേ, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ ജീവിക്കുന്നേ? എനിക്ക് നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണം. എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ ചെരുപ്പ് മോന്തലിരിക്കും പറഞ്ഞേക്കും. ഫോളോ ചെയ്തേക്കണേടാ. പൊന്നു മോനെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.